ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു, അതിലെന്താ ഇങ്ങനെ ഓന്ത് പോലും നാണിച്ചു പോവുമല്ലോ എന്നൊക്കെ കരുതി. പക്ഷേ ഇപ്പം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് ടൈം നോക്കി ഇരിക്കുകയായിരുന്നു ആദില. കൊടുക്കാനുള്ള ടൈമിൽ അത് കൊടുക്കുക തന്നെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരാളോട് താങ്ക് യു പറയണം, ഒരാളോട് സോറി പറയണം എന്നതായിരുന്നു മോർണിംഗ് ടാസ്ക്. ഇതിലെല്ലാവരും ഓരോരുത്തരും പറഞ്ഞു. ഇതിൽ ആദില പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നലെ ഷാനുഖ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കരുതി, അയ്യോ, ആദിലക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ പറഞ്ഞ് തീർത്തൂടെ. ഇത്രയൊക്കെ അക്ബറിനോടും എല്ലാവരോടും പറഞ്ഞ് ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേനും ആദിലക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ചീപ്പാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷേ മോർണിംഗ് ടാസ്കിൽ ആദില പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. സോറി പറഞ്ഞത് ആരോടാണെന്ന് വെച്ചാൽ ആര്യനോടും അക്ബറിനോടാണ് സോറി പറഞ്ഞത്. ആര്യന് തെറ്റായി ഞാൻ വിചാരിച്ചു പോയി, സോ അതിന് സോറി. അതുപോലെ തന്നെ അക്ബറിനോടും പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചില കാര്യങ്ങൾക്കായിട്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. സോ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതിന് സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് ആ തെറ്റുകൊണ്ട് നിങ്ങൾ അത്രക്കാരായിട്ട് ആരും പുറത്ത് അറിയരുത്. ഇനിയെങ്കിലും അത് ഞാൻ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സോറി പറയുന്നതാണ് കാണിച്ചത്. താങ്ക്സ് ആയിരിക്കാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അനുമോൾക്കാണ് താങ്ക്സ് പറഞ്ഞത്. എന്തിനൊക്കെയെന്ന് വെച്ചാൽ, എന്നെ മനസ്സിലാക്കിപ്പിച്ചു, ഞാൻ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരാളാണ് ഒരാളിൽ നിന്ന് എന്നുള്ളത് പലവട്ടം പറയുമ്പോഴും എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അനുമോളുടെ വാക്കുകളിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്ന് എന്നെ സ്വയം മനസ്സിലാക്കി തന്നതിന് താങ്ക്സ് എന്ന് അനുമോളോട് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കാര്യം ഇതിനുള്ളിൽ ഗെയിമിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അതിനു വേണ്ടി മാത്രമാണ് ഇവിടെ ഇതാക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നു. അഭിനയിക്കുക എന്നുള്ളതിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, അഭിനയം എത്രത്തോളം വരും എന്നുള്ളതും ഇവിടെ എനിക്ക് അനുമോള് പഠിപ്പിച്ചു തന്നു. ഒരാളിനെ ഗെയിമിന് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളതും പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതി ആദില ടാൻസ് പറയുന്നു അനുമോളുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കരുതി, ഇതെന്തുവായി കാണിക്കണേ എന്നാണ് ചിന്തിച്ചത്. പക്ഷെ ആ ടാങ്ക്സിൻ്റെ രൂപം അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഇത് ടാങ്ക്സ് അല്ല, ഇത് അനുമോൾക്കുള്ള കുത്തുകളാണ് എന്ന് മനസ്സിലായി. സോ അതിൽ ഇന്നലെ പറയും എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവർക്കത് മനസ്സിലായിട്ടുണ്ട്, പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അതില ഈ താങ്ക്സ് പറയൽ കുറേ നേരം നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കാരണം അനുമോൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എടുത്ത് പറയാണ് താങ്ക്സ് പറയുന്നത്. ആരും അവിടെ തടയുന്നില്ല ആദിലനോട്, മതി നിർത്തുന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിന്നിട്ട് പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട്, പറഞ്ഞു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ അതിലെന്തായാലും മാറിയിട്ടില്ല. ഇതിൻ്റെ ബാക്കി പത്രം ഇനിയും ഉണ്ടാവുമെന്ന് കരുതുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഷാനവാസ് വന്നിട്ട് അനുമോളോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. കിച്ചണിലാണ് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനുമോൾ കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷാനവാസ് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെ അത്ര നേരം പാതിരാത്രി ഇരുന്ന് സംസാരിച്ചിട്ട് ഈ പെണ്ണ് എന്താണ് ഇപ്പോൾ ചെയ്തത്, എനിക്കൊരു വില പോലും തരാതെയല്ല ഇത്ര മോശമായിട്ട് അവൾ സംസാരിക്കുന്നത്, എനിക്കൊരു വില തരണ്ടേ എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിൽ വെക്കണ്ട, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നീ സ്ട്രോങ് ആയി നിൽക്ക്, അതൊക്കെ മോശം കാര്യമാണ്, ഞാൻ അതിന് റിഗ്രറ്റ് ചെയ്യുന്നു അവളോട് സംസാരിച്ച് ഇന്നലെ പാതിരാത്രി അത്ര നേരം ഇരുന്നിട്ട് നിങ്ങൾ. പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നവർ പറയുന്നതിൽ പകുതിയൊന്നും ഷാനവാസിനെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇത് അവർ മനസ്സിലേക്ക് എടുത്തിട്ട് അവർ ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. സോ അതിലെന്തായാലും പടി മുന്നോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വരണ വഴി കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം അല്ലേ. മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് അപ്പാനി ബിൻസി എല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പാനി പറയാണ് എത്രത്തോളം അവരൊക്കെ പുറത്ത് കിടന്ന് എന്താ പറയുക, PR കാരണം ബുദ്ധിമുട്ടി എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് അവിടെ കാണുന്നത്. അപ്പാനി പറയുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഇന്നലെ നമ്മളെല്ലാം പറഞ്ഞു, നമുക്ക് എല്ലാത്തിനും ക്ലാരിറ്റി ആയി, എല്ലാം തീർന്നു. പക്ഷെ പുറത്ത് എന്താ നടക്കുകയെന്ന് നമുക്കറിയാം. എന്നെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കരുതേ, നിങ്ങൾ എന്നെ ബലിയാടാക്കരുതേ എന്നാണ് അപ്പാനി പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഇനിയും എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നാണ് അപ്പാനി പറയുന്നത്. അപ്പോൾ അത്രത്തോളം അവരെ
ഇതാക്കുന്നുണ്ട് ഈ PR-കാരായിട്ടെല്ലാം. അപ്പോൾ ബിൻസി ചോദിക്കുന്നുണ്ട് എന്തിനും ഒറ്റയ്ക്ക് ബലിയാടാവേണ്ട ആവശ്യം, എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആദില നൂറ സംസാരിക്കുന്നതാണ്. നമ്മൾ അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവളുടെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ അവളോട് പറഞ്ഞാണ്. എന്നിട്ടും ഇന്നലെ അവൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് നേരെ അത് എടുത്തിടാനാണ് അവൾ ശ്രമിച്ചത്. അവൾ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അനുമോളും മസ്താനിയായിട്ടുള്ള സംസാരങ്ങളാണ്. അതായത് ഇന്നലെ നടന്ന കാര്യങ്ങളുണ്ടല്ലോ, ശരത്ത് ബിൻസി എല്ലാവരും കൂടെ സംസാരിച്ചപ്പോൾ ആദില എണീറ്റ് നിന്ന് ക്ലിവേജ് കാണുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അത് കാണുന്ന സംഭവങ്ങളൊക്കെ സംസാരിച്ചല്ലോ, അത് എല്ലാവരും കൂടെ സംസാരിച്ചാണ്. അവസാനം പറഞ്ഞപ്പോൾ എന്നെ മാത്രമായി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, ഇനി ഞാനൊരു ടാർഗറ്റാണ് ഇവിടെ വരുമ്പോൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ എനിക്കൊരു ഇതും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാലും അനുമോൾക്ക് അനുമോളുടെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു പാവയെ ആവശ്യമുണ്ട്. അപ്പം ആ പാവ ആരാണെന്ന് അനുമോൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെ പിടിച്ച് അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് അനുമോൾ നോക്കുന്നത്. അതുപോലെ തന്നെ PR-കൾക്ക് ഓരോ ഹിൻറ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ അനുമോൾ നല്ല രീതിയിൽ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പിന്നെ മസ്താനി പോകുന്നത് നേരെ ബിൻസിയുടെ അടുത്തേക്കാണ്. ബിൻസിയുടെ അടുത്തേക്ക് പോയിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ പോയ സമയത്ത് ആ ഒരു പ്രശ്നം എന്തോ പറഞ്ഞു തീർത്തിട്ട് ഇനിയിപ്പോൾ അവർക്ക് തീർന്നില്ലെങ്കിലും മിണ്ടാതെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ മസ്താനി അവിടെ പറഞ്ഞ ഒരു വാക്ക്, ആ വാക്കിൽ പിടിച്ചിട്ട് പിന്നെ ബിൻസിയുടെ ഒരു ആറാട്ടായിരുന്നു അവിടെ എന്ന് വേണമെങ്കിൽ പറയാം. മസ്താനി പോയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കണം, റീയൂണിയന് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ബിൻസിനോട് സംസാരിക്കുന്നു. അപ്പോൾ ബിൻസി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ചെയ്തതും നീ കാണിച്ചു കൂട്ടിയതും കാര്യങ്ങളൊക്കെ നിനക്കറിയോ, നിനക്ക് ഓർമ്മ ഉണ്ടാവും, മറന്നിട്ടൊന്നുമില്ലല്ലോ. ഇഷ്യൂ എന്ന് വെച്ചാൽ മസ്താനി ബിൻസി ഔട്ടായതിനു ശേഷം, അതായത് മസ്താനിയുടെ റീ എൻട്രിക്ക് മുന്നേ ബിൻസിയുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ മസ്താനി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദാരിദ്ര്യം വിറ്റ് സ്ക്രീൻ സ്പേസ് നേടാൻ ശ്രമിച്ചതല്ലേ, 7ന്റെ പണി കിട്ടിയിട്ട് പുറത്തായോ എന്നിട്ട്. അതുമല്ല അപ്പാനി ശരത്തിൻ്റെയും ബിൻസിയുടെയും വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ 2 ദിവസം കഴിഞ്ഞതും ഹൗസിനുള്ളിൽ ഇവർ സംസാരിച്ചല്ലോ ശരത്തിൻ്റെയും ബിൻസിയുടെയും വിഷയം. അപ്പം തന്നെ കുറച്ചൊക്കെ എയറിലായതാണ് ബിൻസി. അതിന് പുറമെ ഈ ഇൻ്റർവ്യൂവും കൂടെ ഒക്കെ ആയപ്പോൾ കുറച്ചുകൂടെ നല്ലോണം എയറിൽ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ബിൻസിക്ക് ഉണ്ട്. അതിനെതിരായിട്ട് ഈ മസ്താനി ഔട്ടായപ്പോൾ ബിൻസി തിരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ മസ്താനി എന്ത് ചെയ്തു, റിപ്പോർട്ട് അടിച്ച് കളയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ദേഷ്യമാണ് ബിൻസിക്ക് ഉള്ളത്. അപ്പോൾ മസ്താനിയോട് ബിൻസി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പ്രശ്നം തീർക്കാനാണ് വന്നത്, പ്രശ്നത്തിനല്ല വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നത്, ഞാൻ റീയൂണിയന് വന്നത് എല്ലാവരോടും സ്നേഹം വാങ്ങിക്കുക എന്നുള്ള ഉറപ്പ് കൊണ്ടൊന്നുമല്ല വന്നത്, ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോന്നും കിട്ടുന്നത്, ഞാൻ ഇവിടെ നിന്ന് നല്ല അന്തസ്സായിട്ടാണ് ഇറങ്ങി പോയത്. മസ്താനിയുടെ വായിൽ നിന്ന് അടുത്ത് വരിക, ഞാൻ കണ്ടു ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ പോയത് എന്ന് മസ്താനിയുടെ ചോദ്യം. ആ ഒരൊറ്റ ചോദ്യത്തിന് പിന്നെ ബിൻസി അവിടെ കിടന്നിങ്ങോട്ട് എന്താണ് ചാച്ചൻ്റെ ഓട്ടോനും പ്രശ്നം എന്ന് ചോദിച്ചിട്ട് കഴിക്കണവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങി. ബിൻസിക്ക് പിന്നെ ഒരു ഇതുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. ആ ഓട്ടോ ഓടിച്ചാണ് എന്നെ ഇവിടം വരെ എത്തിയത്, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അത് അത്രയും പ്രൗഡായിട്ടാണ് ഞാൻ പറയുള്ളൂ. അത് ഏത് സ്റ്റേജിൽ പോയാലും എനിക്ക് അതൊരു പ്രൗഡാണ്. എൻ്റെ ചാച്ചൻ ഓട്ടോ ഓടിച്ചിട്ടാണ് എന്നെ ഇവിടം വരെ എത്തിയത് പറയുന്ന കാര്യം എനിക്ക് പ്രൗഡാണ്. നിനക്ക് അങ്ങനെ ഒരു ചാച്ചനില്ലാത്ത പ്രശ്നമായിരുന്നോ? മസ്താനിനോട് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്റെ തന്തയും തള്ളയും അടിച്ച് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് നിന്നിൽ കാണുന്നത്, കുറേ കുട്ടിയൊട്ട് പേരും മാറ്റി നടന്നാൽ മനസ്സ് മാറില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഒരാളും മിണ്ടുന്നില്ല, എല്ലാവരും കേട്ടിട്ടും മിണ്ടാതിരിക്കണം. എല്ലാവരുടെ മനസ്സിലും അത് അവൾക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. അനീഷ് പിടിച്ച് വിളിക്കാൻ പോകുന്നുണ്ട് ബിൻസിനെ. അപ്പോഴേക്കും ഷാനവാസ് പിറകെന്ന് വിളിക്കുന്നുണ്ട്, നീ അത്ര നന്മ മരമൊന്നും ചമയണ്ട, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അനീഷിനെ കൊണ്ട് വിളിക്കാൻ പോകണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തേക്ക് ബിൻസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ ഇടയിൽ പോയി ഇരിക്കുന്നുണ്ട് മസ്താനി. അപ്പോൾ ബിൻസി പറയും, എനിക്ക് സ്ക്രീൻ സ്പേസിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോയതും ഇപ്പം കയറി വരുമ്പോൾ ഞങ്ങളൊക്കെ സന്തോഷത്തോടെയാണ് കയറി വന്നത്, നീ എങ്ങനെയാണ് കയറി വന്നത്, കണ്ണീരോടെ അല്ലേ കയറി വന്നത്, മുഖം വാടിയിട്ടൊക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു പുതപ്പിൻ്റെ ഇടയിൽ ഒരു പെണ്ണും ആണും കിടന്നാലും ഒരു പെണ്ണും ആണും ഒരുമിച്ച് ഇരുന്നാലും കാമമാണ് നിനക്കൊക്കെ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുകയാണ്. പിന്നെ അഭിലാഷും അനുമോളും
പ്രവീണുമാണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള മറുപടി, ഏറ്റവും നല്ല മറുപടി എന്താണെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക, സൈലൻസ് ആണ്. ഒരു കാര്യത്തിലും മറുപടി പറയാതെ മിണ്ടാതെ അവിടെ ഇരിക്കുക എന്ന് പറയേണ്ടതായിട്ട് ബിൻസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അനുമോള് പറയേണ്ടത് നിനക്ക് ആ ഒരു വാക്ക് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തന്ത ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ തന്തയ്ക്ക് എന്താ കുഴപ്പമെന്ന് നീ തിരിച്ച് ചോദിക്കണമായിരുന്നു, അപ്പം നീ മറുപടി ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബിൻസിക്കാണ് ഭയങ്കര ഇഷ്യൂ ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ അവിടെ ആദിലിനോട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് റീ എൻട്രി കാണിച്ചത്. ഇന്നലത്തെ ഈ റീ എൻട്രി നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ രീതിയിലുള്ള റീ എൻട്രി ജിസൈൽ അർഹിക്കുന്നുണ്ട്, പക്ഷെ ജിസൈലിന് കിട്ടിയ റീ എൻട്രി അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ റീ എൻട്രി ആരൊക്കെ വന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് വരെയാണ്. ഓനിയൽ, ലക്ഷ്മി, രേണു, ആര്യൻ, ബിന്നി, സാബുമാൻ ഇവരുടെ റീ എൻട്രി ആയിരുന്നു. എല്ലാവരെയും അകത്ത് ക്ലോസ് ചെയ്തിട്ട് ഇവർ പുറത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നല്ല നല്ല രസമായിട്ടുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. അതിനുശേഷം പിന്നെ ആര്യൻ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ആര്യൻ പോസിറ്റീവായിട്ടാണ് വന്നത്. ആര്യൻ ഫസ്റ്റ് തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി. എന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് പോണ സമയത്ത് നിനക്ക് ക്ഷയിക്കേണ്ടി വന്നില്ല, ഹഗ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ഫാൻസ് തന്നെ ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നീ പുറത്തുനിന്ന് തന്നെ ഹഗ് ചെയ്തായിരുന്നല്ലോ, പക്ഷേ അത് ഏഷ്യനേറ്റ് ഇട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അകത്തേക്ക് പോയിട്ട് എല്ലാവരും ഓരോരുത്തരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. രേണു സുധി അനീഷിനോട് പറയുന്നുണ്ട് നീ നന്നായി കളിക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ നന്നായി കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട് നീ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് രേണു സുധി. ശേഷം പിന്നെ ലക്ഷ്മിയും അനീഷും തമ്മിലുള്ള സംസാരങ്ങളാണ് കാണിക്കുന്നത്. ഗെയിമിൻ്റെയും പിന്നെ അനീഷിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ഇനി ഇങ്ങനെ തന്നെയാണോ അതോ പഴയ സ്റ്റേജിലേക്ക് പോവോ തിരിച്ചു പോകുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയേണ്ടത് ഇല്ല, ഞാൻ പഴയ സ്റ്റേജിലേക്ക് പോവില്ല, ഇനി എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ബിന്നി നിവിനോട് സംസാരിക്കുന്നതാണ്. ബിന്നി പറയുന്നുണ്ട് നിനക്ക് മണി ടാസ്കിൽ ക്യാഷ് തരാത്തതിൽ എനിക്ക് ബിഗ് ബോസിനോട് ദേഷ്യം വന്ന്, ആവശ്യമുള്ള ആൾക്കല്ലേ ക്യാഷ് കൊടുക്കേണ്ടത്, എന്നിട്ട് എന്തായി ബിഗ് ബോസ് പക്ഷെ ലാസ്റ്റ് സമയത്ത് ക്യാഷ് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി, നീ പിന്നെ എന്തിനാണ് ഇറന്നു പോയി എല്ലാവരോടും വാങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഇതായിട്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആര്യനും ഷാനവാസിനോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് പോയപ്പോഴാണ് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ അപ്പുറത്ത് നിന്ന് വരികയാണ്. എന്നിട്ട് എന്താണ് എൻ്റെ ടോമാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് ആരെയും പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് മുഖത്ത് കുരു വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആരെയും പറയുന്നുണ്ട് എന്നെ ആരോ മിസ് ചെയ്ത്, നീ മിസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ മിസ് ചെയ്തു, എനിക്ക് ആദ്യമായിട്ട് 23 വയസ്സായ ഒരു പയ്യനോട് ക്രഷ് തോന്നിയതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാവരെയും ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കണം. എല്ലാവരും കരയുന്ന ഒരു വീഡിയോ ആയിരുന്നു, കുറച്ച് ഇമോഷനായ വീഡിയോ ആയിരുന്നു അത്. അതിലേറ്റവും കൂടുതൽ കാണിക്കുന്നത് അനുമോള് കരയുന്നതാണ് ഏറ്റവും കൂടുതൽ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ജിഷിൻ അനുമോൾ അവർ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അനുമോളുടെ ഭാഗങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് പോയിട്ട് ഇരുന്ന് പറയണം PR കൊടുത്തതിനെ കുറിച്ചുള്ളതും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ അവരെന്നെ ഇങ്ങനെ പറയാവോ, അവരെന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാവോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ജിഷിന് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഗെയിമാണ്, നമ്മൾ ഗെയിം കളിക്കാൻ വന്നതാണ്, ഓരോ സിറ്റുവേഷനിൽ ഓരോന്ന് സംസാരിക്കേണ്ടി വരികയാണ്, അത് നീ എന്താ മനസ്സിലാക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ ജിഷിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അനുമോൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇതിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗഡർ റൂമിൽ ആദില, നൂറ, ശൈത്യ, ബിൻസി അവരിരുന്നിട്ട് ആദില പറയണ് അവൾ കാശ് കൊടുത്ത് നേടിയ PR ആണോ വലുത് അല്ലെങ്കിൽ കോടിക്കണക്കിന് പ്രേക്ഷകരാണോ വലുതെന്ന് ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ റീഗൽ ജ്വല്ലറിൻ്റെ ഡയമണ്ട് നെക്ലസ് ഉണ്ടല്ലോ, അത് ആര്യനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ഫൈനൽ സ്റ്റേജിൽ ഹാൻഡ് ഓവർ ചെയ്യും എന്നൊക്കെ പറയുന്നതാണ്. അതിനുശേഷമാണ് പിന്നെ കാണിക്കുന്നത് നമ്മൾ എന്താ പറയുക ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യമാണ് കാണിക്കുന്നത്. അതിൽ വന്നിട്ട് അക്ബറിനോടും ശരത്തിനോടും പറയാണ് ഞാനാണ് ആ വീക്ക് ഔട്ടാവും എന്ന് തോന്നിയ ഒരു സമയത്ത് അനുമോൾ എനിക്ക് ഡ്രസ്സിങ് റൂമിൽ നിന്ന് ടിഷ്യൂ പേപ്പറിൽ പേരെഴുതി നമ്പർ എഴുതി തന്നു, എന്നിട്ട് പുറത്ത് പോകുമ്പോൾ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു അക്ബറിനെ ഇതിനുള്ള വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോ അതിനെതിരായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയാൻ പറഞ്ഞു എന്ന്
മറ്റേ അവരുടെ ഒരു ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം അക്ബർ പറയുന്നുണ്ട്, നിന്നെ ഒരു ഹംസമായി അതിനെ അവൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇതൊക്കെയാണ് ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്യേണ്ടത്, ഇതൊക്കെ നീ തുറന്ന് കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശരത്ത് പറയുന്നുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി എന്താണ് വരാനുള്ളത് എന്തായാലും വഴിയിൽ തങ്ങില്ല, പറയാനുള്ളത് മുഴുവൻ ഇവിടുന്ന് പറഞ്ഞു തീർത്തിട്ട് എല്ലാവരും ഇറങ്ങി പോയാൽ മതി എന്നുള്ള രീതിയിൽ ശരത്തും പറയുന്നുണ്ട്. എന്നിട്ട് ഇതേ സാധനം തന്നെ ആദില ശൈത്യനെ വിളിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിൽ അവൾ എഴുതുന്നു ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ട് എന്നൊക്കെ പറയണ്ടേ. ഇത് പറയുന്ന സമയത്ത് എന്താ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ആദില പോവും എന്നുള്ള ഉറപ്പുണ്ട്, എന്നാലും അനുമോൾക്ക് ഞാൻ ഔട്ടാവില്ല എന്നുള്ള ഉറപ്പുണ്ട്. അനുമോൾ ഔട്ടാവില്ല എന്ന് അനുമോൾക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു കാര്യം അനുമോൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിവിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് കൊടുത്തയക്കും, അനുമോൾ മാത്രം കൊടുത്തയക്കില്ല, അനുമോൾക്ക് 100% ഉറപ്പുണ്ട് ഇവിടുന്ന് പുറത്തു പോവില്ല എന്ന്. കാരണം അനുമോളുടെ PR എന്നുള്ള രീതിയിലൊക്കെ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾക്കറിയാം അനുമോൾ എന്തായാലും 100 ദിവസം ഇവിടെ നിൽക്കുമെന്ന്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആദിലയുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം കൊടുത്തയച്ചത്. അതുമല്ല പിന്നെ ആദില പറയുന്നുണ്ടായിരുന്നു, 80,000 രൂപ കൊടുത്താൽ നൂറക്കും ഇയാളോട് പറഞ്ഞാൽ മതി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ സഹായിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എൻഡ്യൂറൻസ് ടാസ്കില്ലേ, കാർ ടാസ്ക്, ആ സമയത്ത് ഈ അനീഷേട്ടനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ തോളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്ന സമയത്ത് ഈ തോളിൻ്റെ ഈ കൈയിൻ്റെ വെയിറ്റ് കാരണം ഷോൾഡർ പെയിൻ വരുമല്ലോ, അപ്പോൾ അനീഷേട്ടൻ ഇറങ്ങി പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ നൂറ് ഷോൾഡറിൽ കൈയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പുറത്തേക്ക് ആര്യനും കൈവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെയിറ്റ് ബാലൻസ് അതൊക്കെ ഗെയിമിൻ്റെ ഭാഗം. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനുമോള് ആദിലിനോട് കാണിച്ചത്രേ ഈ കൈയിൻ്റെ ഈ നരമ്പ് കാണിച്ചിട്ട് അവൻ ഇതാണെന്ന് പറഞ്ഞു എന്ന് ആദില പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് തന്നെയാണ് ഇപ്പോൾ അവൾ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്, ഒരു കാര്യം നീ പറഞ്ഞ്, അവൾ തന്നെയല്ലേ പറഞ്ഞത് അവൻ അതാണെന്ന്, പിന്നെ അവനോട് തന്നെ അവൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഇതൊന്നും ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിതൊക്കെ ഭയങ്കര തുറന്ന് പറയണം എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സരിക വരികയാണ്. സരികക്കും എന്തൊക്കെയോ പറയാനുണ്ട്. അക്ബർ വരുന്നുണ്ട്. അക്ബർ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സരികക്ക് എന്തോ പറയുന്നുണ്ട്. സരിക ആക്ഷനും എഴുതി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേനും ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്, പുറമേ ഉള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, സരികക്ക് എന്താ പറയാനുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ വീണിട്ട് വാഷ്റൂം ഏരിയയിൽ പോയിരുന്നിട്ട് ശാരിക അവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ശാരിക പറയുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? അവൾ അത് നൂറ് കരയുന്നില്ല, അതിലാണ് കരയുന്നത്. ശൈത്യനോട് ഇവളെ വിടുകയാണ്, ഞാൻ ഇനി ഇവളുമായിട്ട് ഇതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാഷ്റൂം ഏരിയയിലേക്ക് പോയതാണ്. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ശാരിക ചോദിക്കുകയാണ്, എന്തിനാണ് അവൾ കരയുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ നൂറ് പറയുന്നത്, എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ പിടിച്ചു നിർത്തണം, കരയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദില പറയുന്നുണ്ട്, എല്ലാ പ്രൊഫഷനിലും ഒരു നേരും നെറിയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ഇവിടെ അതില്ല, ഈ ഗെയിമിൽ ആ ഒരു നെറിയുമില്ല, അതാണ് ഇപ്പോൾ അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ ശാരിക സംസാരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് അവൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അക്ബർക്ക് ഈ നേരത്തെ ഒരു ഹിൻഡ് കൊടുത്തല്ലോ അക്ബറിനെ, എന്തോ എഴുതി കാണിച്ചത് എന്തോ മനസ്സിലായിട്ടുണ്ട് സരിക എഴുതി കാണിച്ചത്. അപ്പോൾ അക്ബർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംസാരിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ അക്ബറിനെ കാണുന്നുണ്ട്. നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അക്ബർ വന്നിട്ട് അങ്ങോട്ട്, ഇവൾ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം, എന്നെ എത്രത്തോളം താറടിച്ച് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം അവൾ എന്നെ താറടിച്ച് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൾ ഫേക്ക് ആണെന്ന് എനിക്ക് എവിടെയൊക്കെ തുറന്ന് കാണിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എനിക്ക് ഏഷ്യനേറ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ബന്ധം, വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ് കുങ്കുമപ്പൂ സീരിയലിൽ രുദ്രനായിട്ട് അഭിനയിച്ച ആളാണ് ഷാനവാസ്ക പറയുന്നുണ്ട്. അതുപോലെ ഭിന്നി ഏഷ്യനേറ്റിൻ്റെ ആളാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ അല്ലേ കിട്ടുന്നത്, എന്നെ എല്ലാവരും വൈറ്റ് വാഷ് ചെയ്യുന്നതെന്ന് എന്തിനാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അക്ബർ പറയുന്നുണ്ടായിരുന്നു, ആര്യൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവളെ പറഞ്ഞതിന് അവൻ്റെ അമ്മയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് ഇവള് കാശ് കൊടുത്ത് പറഞ്ഞുണ്ടാക്കിയ ആൾക്കാർ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ തീർച്ചയായും എൻ്റെ ഫാമിലിക്കും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പെണ്ണിനെയൊക്കെയാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ ഇമോഷനായി പോവുകയാണ് അക്ബർ. എന്നിട്ട് അതിൽ പറയണ്ടേ, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കണം, ഇറങ്ങി പോണ സമയത്ത് ഫ്രണ്ട്സില്ല, പുല്ലുമില്ല, ഒന്നുമില്ല, കുറച്ച് സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോണ സമയത്ത് ഞാൻ എല്ലാം പറഞ്ഞ് തീർത്തിട്ടേ പോവുള്ളൂ,
ഇപ്പോൾ അക്ബർ ഖാനോട് അക്ബർ ഖാനെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ എനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് കപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട, ഇങ്ങനത്തെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താ കാര്യം, കപ്പ് അവൾ തന്നെ എടുത്തോട്ടെ, പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്നും അക്ബറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഇമോഷണലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെച്ചിട്ട് എന്താ പറയുക, ഇമോഷൻ അക്ബർ കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കരയണ്ട, ഓക്കെ ആവും, നിങ്ങളുടെ വീട്ടിലും ഫാമിലിക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ കോൾ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് വന്നത് എന്നുള്ള രീതിയിലൊക്കെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആര്യൻ വന്ന് പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഇപ്പം ആരും അവളോട് സംസാരിക്കാൻ നിൽക്കരുത് ഇതിനെക്കുറിച്ച്, കാരണം ഇത് പ്രകാരം അവൾക്ക് വോട്ട് കൂടാൻ ചാൻസ് ഉണ്ട്, അവളെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് പോവുക. അപ്പോൾ ഇപ്പം അവളെ ഒന്നും പറയാതിരിക്കലാണ് നമുക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യൻ്റെ ചാറ്റ് പുറത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഇവളുടെ ഡേറ്റ് PR ചെയ്തതാണ്, ഒക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, എത്രത്തോളം പുറത്തുണ്ടെന്ന് നിങ്ങൾക്ക് പുറത്തു പോയാലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജിസേലിൻ്റെ എൻട്രി. സ്റ്റോർ റൂമിൽ കൂടെയാണ് ജിസേലിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത്. അപ്പം ജിസേലിനെ എല്ലാവരും ഹഗ് ചെയ്യാൻ വരുമ്പോൾ ജിസേൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഇല്ല ഒന്നുമില്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുകയാണ്, വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ടോപ്പ് 7ലാണ് എന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് എത്ര തന്നെ പറഞ്ഞു പുറത്തത്തെ കാര്യങ്ങൾ ഇവിടെ അകത്ത് പറയരുതെന്ന്, എന്നിട്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവരെ വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫൈനലിസ്റ്റിനെ. ഇപ്പോൾ അവരുടെ മൈൻഡ് ഇങ്ങനെയല്ല വേണ്ടത്, ഫൈനൽ ഇതിലേക്ക് മാത്രമാണ് ചിന്ത വേണ്ടത്. അപ്പോൾ ഇനി പുറത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പുറത്ത് വന്നവർ പറയേണ്ടി വന്നാൽ അപ്പം തന്നെ പെട്ടി പാക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയണം. അതുപോലെ തന്നെ പറഞ്ഞു ഫൈനൽ 7 നിങ്ങൾ എന്നും അവരോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്ത് പിന്നെ ബാക്കിയുള്ളവർക്ക് ഗിഫ്റ്റ് എന്തോ ചോക്ലേറ്റ്സ് ഒക്കെ വന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രി 2:30 ആയപ്പോൾ ഷാനവാസ് ഈ 2 പെൺകുട്ടിമാരെയും ഇരുത്തിയിട്ട് ആരും ഉപദേശിക്കുകയാണ് കാണിക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു, ഇതിൻ്റെ ഉള്ളിൽ ഇത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ പോണ്ടേ അത് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നമ്മളിപ്പോൾ ഫൈനൽ 7ലാണ് നിൽക്കുന്നത്, നമ്മൾ ഫൈനലിസ്റ്റാണ്, നമ്മുടെ ഗെയിമും കഴിഞ്ഞു, ഇനി നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ വെച്ചിട്ട് നമ്മളെ വിലയിരുത്തുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീർത്തു പോകണം, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഇങ്ങനെ ഉപദേശിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുവിനെ വിളിച്ചിട്ട് കോംപ്രമൈസ് ആക്കി വിടുന്നതാണ് കാണിക്കുന്നത്. അനുവിനെ സംബന്ധിച്ചിടത്തോളം കോംപ്രമൈസ് അനു ആവും, കാരണം അനുവിനറിയാം ഇവരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനി അവരെങ്ങാനും പൊട്ടിച്ചാലോ, ഇനി അവരെങ്ങാനും ഏതെങ്കിലും രീതിയിൽ അപ്പം ആദില പൊട്ടിക്കുന്ന എന്തായാലും അനുമോൾക്ക് അറിയാം, അപ്പം അവർ പൊട്ടിച്ചാൽ അത് അനുമോളുടെ നിലനിൽപ്പിനെ ഇതാവും എന്ന് കരുതിയിട്ടായിരിക്കും അനുമോള് അത്ര നേരം കോംപ്രമൈസിന് പോരാത്ത അനുമോള് കോംപ്രമൈസിന് പെട്ടെന്ന് പോകുന്നത്. അതുപോലെ തന്നെ ആദില ഞാൻ കരുതിയത് ആ എപ്പിസോഡ് കണ്ടപ്പോൾ ആ ടൈം ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ആദില ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭയങ്കര ചീപ്പായിട്ട് നേരത്തെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ അനുമോളുടെ PR-ൻ്റെ ഇത് വേണം, സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്, കോംപ്രമൈസ് ആയിരിക്കുന്നത് എന്നാണ് ഞാൻ അപ്പോൾ വിചാരിച്ചത്. നൂറ അനുമോൾ ഇങ്ങനെ ഹഗ് ചെയ്യാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ സോപ്പിടലൊക്കെ കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ, എന്നാൽ പിന്നെ മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ നൂറ പറയുന്നുണ്ട്, സോപ്പല്ല ഷാമ്പു ആണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അക്ബർ ശരത്തും സംസാരിക്കുന്നതാണ്. അക്ബർ പറയുന്നുണ്ട് നമ്മളോട് അത്ര നേരം അങ്ങനെയൊക്കെ ആദിലനെയാണ് പറയേണ്ടത്, ആദില സംസാരിച്ച് നിന്നിട്ട് പെട്ടെന്ന് ടോപ്പ് 7 ആണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മലക്കം പറഞ്ഞു, അങ്ങനെ ഉണ്ടോ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിയുന്നതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചത്. സോ ഇന്നലെ എപ്പിസോഡ് കഴിയുമ്പോഴും എൻ്റെ ചിന്ത അങ്ങനെ തന്നെയായിരുന്നു, അതിൽ എന്തൊരു ചീപ്പാണ്, ഓന്ത് പോലും നാണിച്ചു പോകുമല്ലോ എന്നായിരുന്നു. പക്ഷെ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പഠിക്കാനുള്ള സമയം നോക്കി നിൽക്കുകയാണ് ആദില എന്നാണ് മനസ്സിലായത്. സോ ഇതൊക്കെയാണ് എൻ്റെ റിവ്യൂ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.